ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടീസ് ട്രിപ്സ്. അപ്പോൾ കുട്ടീസ് ട്രിപ്പ് ഇന്ന് ഓഫീസ് ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് നമ്മളൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അതാണ് റാവിഷിംഗ് റീട്രീറ്റ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലായിരുന്നു. സോ ഇന്ന് ആ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം. എല്ലാവരെയും വർക്ക് സ്ട്രെസ്സിൻ്റെ പുറത്തായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ദിവസമായിരുന്നു ആക്ച്വലി അത്. നമ്മൾ രാവിലെ തന്നെ റാവിഷിംഗ് റീട്രീറ്റിൽ വന്നു. ഇത് ബാംഗ്ലൂർ രാമനഗരയിലുള്ള ഒരു റിസോർട്ടായിരുന്നു. കുറച്ച് ഉള്ളിലോട്ടാണ് ഈ റിസോർട്ട് ഉള്ളത്. അവിടെ നമ്മൾ എൻട്രി ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കയ്യിൽ ഒരു ടാഗൊക്കെ കെട്ടി ഉള്ളിലോട്ട് എൻട്രി ആയി. അപ്പോൾ ഓരോ കളർ ടാഗാണ്, അത് ഓരോ പാക്കേജാണ്. അവിടെ കുറേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഉള്ളത്. അതിൻ്റെയൊക്കെ പാക്കേജ് അനുസരിച്ചാണ് നമ്മുടെ കയ്യിൽ ടാഗ്സ് വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ രാവിലെ എത്തിയിട്ട് ഡയറക്റ്റ് തന്നെ ക്യാൻറ്റീനിലോട്ടാണ് പോയത്. എല്ലാവരും നല്ല ഹംഗ്രി ആയിരുന്നു, കാരണം നമ്മൾ ഒത്തിരി ഏർലി ആയിട്ട് ലീവ് ചെയ്തതാണ് വീട്ടിൽ നിന്നൊക്കെ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറ്, ടീ എല്ലാം കിട്ടും. നമ്മൾ ഡിന്നറിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല, നമ്മൾ ടീ ടൈം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോവാണ്. സോ നമുക്ക് എല്ലാ ടൈപ്പ് ഫുഡും അവിടെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ്, സൗത്ത് ഇന്ത്യൻ ഡിഷ്, നോർത്ത് ഇന്ത്യൻ ഡിഷ് എല്ലാം ഉണ്ടായിരുന്നു. സോ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒന്നുകൂടെ കാണിച്ചേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ആക്ടിവിറ്റീസിലോട്ട് പോയി. നമുക്ക് 10 ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ടോട്ടലി അവിടെ. നമുക്ക് എപ്പോൾ ഏത് ടൈമിൽ വേണമെങ്കിലും ജസ്റ്റ് ആ കൂപ്പൺ കൊടുത്ത് ആക്ടിവിറ്റീസിലോട്ട് പോകാമായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി. പേടിയുണ്ടോ ശരണ്യ? ഇണ്ടോടി? പേടിയോന്നാ? ഒരാവേശത്തിന് അങ്ങോട്ട് ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ചാടി കയറി അങ്ങോട്ട് അറ്റൻഡ് ചെയ്തെങ്കിലും തുടങ്ങിയപ്പോൾ നമുക്ക് നന്നായിട്ട് പേടിയായിരുന്നു. അത്രയും ഹൈറ്റുമാണ്. പിന്നെ നമ്മൾ നോർമൽ സൈക്കിൾ ഓട്ടുന്ന പോലെയല്ല, ആ ഒരു സ്ട്രിങ്ങിലാണല്ലോ സൈക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ അതിങ്ങനെ നിന്ന് ഫുള്ള് ഷേക്ക് ആവും. നമ്മൾ ബാലൻസിൻ്റെ ഇഷ്യൂ അല്ല, അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല പേടിയായി. തിരിച്ചിങ്ങോട്ട് ഞാൻ നല്ല സ്പീഡിൽ വന്നു, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം എന്നുള്ളൊരു അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. പക്ഷേ ലിറ്റിൽ സ്കാരി. അവിടെ ഒരുപാട് റോപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ആദ്യം തന്നെ ചാടി കയറിയത് റോപ്പ് ആക്ടിവിറ്റീസിലായിരുന്നു. റോപ്പ് ആക്ടിവിറ്റീസ് കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഒരു ATV ക്വാഡ് ബൈക്കിംഗ് ഉണ്ടായിരുന്നു, അതിലോട്ടും കൂടെ ജമ്പ് ചെയ്തു. എന്തായാലും അടിപൊളിയായിരുന്നു. ഇതുപോലെ സൂപ്പർമാനെ പോലെ പോകുന്നതും അല്ലാണ്ട് ലോങ്ങസ്റ്റ് സിപ്പ് ലൈനും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇതാണ് ATV ക്വാഡ് ബൈക്കിംഗ്. നമ്മളിതെല്ലാം ട്രൈ ചെയ്തു. നമ്മൾ നോർമൽ ബൈക്ക് റൈഡ് ചെയ്യുന്ന പോലെ അത്ര ഈസി അല്ല, കുറച്ച് പാടായിരുന്നു. പിന്നെ അതങ്ങ് നമ്മൾ ഡെയിലി ഓടിക്കുന്നവർക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അല്ലാത്തവർക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു, കുറച്ച് ഹാർഡാണ്. പിന്നെ റോഡും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടിട്ട് എല്ലാവരും എനിക്ക് തോന്നുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു അത്. അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് ഡയറക്ഷൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സൈക്കിൾ റൈഡിങ് അല്ലേ? സിപ്പ് സൈക്ലിംഗ് ജീവിതം പോയി. ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളിനി ലോങ് സ്ട്രിപ്പിലേക്ക് കയറാൻ പോവുകയാണ്. ദിസ് വൺ നെക്സ്റ്റ് അഡ്വഞ്ചർ. എല്ലാവരും രാവിലത്തെ ആ ഒരു സെക്ഷനൊക്കെ നല്ല ആക്റ്റീവായിരുന്നു. ഓടി നടന്ന് എല്ലാത്തിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മാക്സിമം ആക്ടിവിറ്റീസ് കവർ ചെയ്യണം എന്നുള്ളൊരു പോലെ തന്നെ നമ്മൾ ഈച്ച് ആക്ടിവിറ്റീസിൽ കയറുമ്പോഴും അവർ നമ്മുടെ പേരും നമ്മുടെ ഒരു കൺസേൺ ലെറ്റർ പോലെ ചില സ്ഥലത്തൊക്കെ നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്?
360 ഡിഗ്രി സൈക്ലിംഗ് എന്ന് പറയുന്നത് ഈ ഒരു സാധനം നല്ല സ്കേറി ആയിരുന്നു. നമ്മൾ ഫുൾ ഇങ്ങനെ ഉൾട്ടായിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് എനിക്കത് നല്ല പേടിയായി. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആവാത്തതായിരുന്നു ഈ ഒരു ഫിഷ് സ്പാ. അതും അതിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ പേ ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു. ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ ഈ റീസെൻ്റ്ലി ഊട്ടിയിലെല്ലാം ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ചെയ്യണം തോന്നിയില്ല. പിന്നെ അത് കൊണ്ടുപോകുന്ന സ്ഥലമാണെങ്കിലും വളരെ കുറച്ച് ദൂരമാണ്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തില്ല. പക്ഷെ കുറേ പേര് ചെയ്തിരുന്നു, നല്ലതായിരുന്നു. താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ക്യാൻറ്റീൻ ഉള്ളത്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനും എന്തെങ്കിലും റിഫ്രഷ്മെൻറ്റിനും എല്ലാം നമ്മൾ ഇവിടെയാണ് വരേണ്ടത്. ഹാപ്പി അല്ലേ? Hey, you're taking no? I'm not able to take it. ഇപ്പോൾ കേട്ട ആ ഒരു സൈറിനോട് കൂടി എൻ്റെ പരിപാടി തീർന്നായിരുന്നു. ഈ ഒരു ആക്ടിവിറ്റിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചതും ഭയങ്കര, ഞാൻ ആക്ച്വലി കരഞ്ഞു എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ട് പേടിച്ചു. ആ ഒരു ഫോഴ്സിൽ നമ്മൾ അത്രയും ഹൈറ്റിലോട്ട് പോകുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. എന്തായാലും ഇതായിരുന്നു ഒരു അടിപൊളി അഡ്വഞ്ചറസ് ആക്ടിവിറ്റി എന്ന് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. എല്ലാവർക്കും നല്ല പേടിയും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് അനുസരിച്ചാണ്, വെയിറ്റ് കുറവുള്ള ആൾക്കാർ നല്ല ഹൈറ്റിൽ പൊങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയായിരുന്നു. അമ്പെയ്ത്താണെങ്കിൽ ഒരു അടിപൊളി ഐറ്റമായിരുന്നു. എനിക്ക് എൻ്റെ കഴിവങ്ങ് തെളിയിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇത്ര ഉന്നമുണ്ടെന്ന്. ആദ്യത്തെ പ്രാവശ്യം അവിടെ പോയി ഇടിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇടിച്ച് തിരിച്ച് എൻ്റെ കയ്യിലോട്ട് വന്ന് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആൾ തന്നെ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. ഇങ്ങനെ ആർക്കും വന്നിട്ടില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെയുള്ളതാണെങ്കിലും എനിക്ക് കറക്റ്റ് സെൻറ്റർ പോയിന്റിലൊക്കെ ചെയ്യാൻ പറ്റി. അപ്പം എനിക്ക് വീണ്ടും ഒക്കെ ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അങ്ങനെ സാഹസിക പ്രകടനങ്ങൾക്കെല്ലാം ശേഷം നല്ല അടിപൊളി ഒരു ലഞ്ചും ഒക്കെ കഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നെയുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ തലകറക്കി താഴെ ഇടുന്ന ഒരു ഐറ്റമായിരുന്നു. അത് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും നല്ല പോലെ തല കറങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് അധികം ചെയ്യാൻ പറ്റില്ല, നല്ല പോലെ തല കറങ്ങി കഴിഞ്ഞ് പിന്നെ നമുക്ക് വീണ്ടും ചാൻസ് ഉണ്ട്, വീണ്ടും കയറാം, ട്രൈ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ആയിരുന്നു. കാര്യം നല്ലപോലെ നമുക്ക് കുറേ പേർക്കൊക്കെ തലവേദനയായി, ഫുഡ് കഴിക്കാൻ പറ്റാത്ത പോലത്തെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്തില്ല. പക്ഷേ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. 360 സൈക്ലിംഗ് ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചൊരു ഐറ്റമായിരുന്നു. പക്ഷേ എല്ലാവരും ചെയ്തതുകൊണ്ട് ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പുള്ളിയോട് ഡീലൊക്കെ ഉണ്ടായിരുന്നു, ഒരു പ്രാവശ്യം എന്നെ കറക്കിയാൽ മതിയെന്ന്. പക്ഷേ പുള്ളീനോട് ഞാൻ എന്തോ ഒരു വൈരാഗ്യം ചെയ്ത പോലെ പുള്ളി കുറേ നേരം എന്നെ തലകുത്തി നിർത്തുകയൊക്കെ ചെയ്തൊരു ഐറ്റമായിരുന്നു. ഞാൻ ലാസ്റ്റ് അയാളായിട്ട് നല്ല വഴക്കിടുകയൊക്കെ ചെയ്തു. ആകെ കിളി പറന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്. Welcome back to Koti Trips. Please like, share and subscribe. Thank you. Subscribe and comment. Subscribe and comment. Oh, thanks. Oh. ഇവിടെ വന്നിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാനുമുള്ള സെറ്റപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു ഫുൾ ഡേ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ടെൻറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ പൂളിലൊക്കെ കളിച്ച് വൈകി. അപ്പം നൈറ്റ് ഉണ്ടായിരുന്ന ആ ഒരു വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഫുൾ ഡേ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് നോക്കാം, നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കണ്ടപ്പോഴേക്കും. എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. സോ സീ യു ഇൻ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.